ഇപ്പോൾ നമ്മളെ പാർട്ട്നേഴ്സ് ആയിട്ട് നമ്മുടെ ഫാമിലീസാണ് ഉള്ളത്. ഹായ് ഓൾ, പിക്ചേഴ്സ് Q7 പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ ചടയമംഗലം. നമ്മൾ 27ാമത്തെ എപ്പിസോഡാണ്. ഇന്നലെ നമ്മൾ പോയത് വർക്കല ബീച്ചിലായിരുന്നു. അതിനുശേഷം നേരെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. വർക്കല ബീച്ചിന് ഏകദേശം 28 കിലോമീറ്റർ മാറിയിട്ടാണ് ചടയമംഗലം സ്ഥിതി ചെയ്യുന്നത്. ചടയമംഗലം എർത്ത് സെൻറ്റർ, അവിടെ കേബിൾ കാറ് അതുപോലെ കുറേ ആക്ടിവിറ്റീസ്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. ചടയമംഗലം ടൗണിൽ നിന്ന് അടുത്താണ്. കുറച്ച് നടക്കാനുണ്ട്, 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്. നേരെ ഈ റൂട്ട് നേരെ പോയാൽ മതി. നമ്മൾ ബസ് ഇറങ്ങിയത് അവിടെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്ന് കയറി. സമയം ഇപ്പോൾ രാവിലെ 10:30 10 മണിക്കാണ് അവിടെ ചെക്ക് ഇൻ ചെയ്യേണ്ടത്. വൈകുന്നേരം 5 മണിയോ 6 മണി വരെ ഉള്ളത്. ഞായറാഴ്ച മാത്രം തോന്നുന്നു 1 മണിക്കൂർ അധികം ഉണ്ട് വൈകുന്നേരം. ഞാനിപ്പോൾ ഉള്ളത് ജടയമംഗലം ജടായു പാറ എർത്ത് സെൻറ്ററിൻ്റെ മുന്നിലുള്ളത്. ഒരുപാട് വണ്ടി കയറുന്നുണ്ട്. ഇവിടെ പാർക്കിംഗ് ചാർജ് ഉണ്ട്. ആ എൻട്രൻസിൽ പാർക്കിംഗ് മുറിച്ചിട്ടാണ് വിടുന്നത്. നടക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളിൽ കയറി ടിക്കറ്റ് എടുത്താൽ മതി. ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇപ്പോൾ നേരെ ഉള്ളിലേക്ക് കയറാം. കാറാണെങ്കിൽ ഇതിലാണ് പോകേണ്ടത്, നടന്നിട്ടാണെങ്കിൽ ഈ റൂട്ട്. സമയം 11 മണി അടുപ്പിച്ചായി. ഇവിടെ റെസ്റ്റോറൻറ്റ് പുറത്തുണ്ട്, പക്ഷെ അത് തുറന്നിട്ടില്ല. രാവിലെ തന്നെ ഒന്നും കഴിച്ചില്ല, വെറും കാലി ചായ കുടിച്ചിട്ടല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം. ഉള്ളിൽ എന്തെങ്കിലും സ്നാക്സും ടീ എല്ലാം ഉണ്ടാവുമെന്ന് പറഞ്ഞേ. ഇപ്പോൾ താഴെ പോയിട്ട് അവിടെ നിന്ന് കഴിക്കാം. ഞാനിവിടുന്ന് ടിക്കറ്റ് എടുത്തു. 236 ഇവിടെ ടിക്കറ്റ്. അപ്പോൾ എൻട്രൻസിൽ 236. കേബിൾ കാറിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെ മേലെ കയറിയിട്ട് ടിക്കറ്റ് എടുക്കണം. രണ്ടിനായാലും ഒരേ വഴിയാണ്. നമ്മളെ അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങളൊന്നും കൊറോണ സമയമുണ്ട് ഇപ്പോൾ ഇല്ല. ഇവിടെ ഉള്ളത് എൻട്രൻസ്, പിന്നെ ഇവിടെ ബേർഡ് സ്കൂപ്ചറും പിന്നെ കേബിൾ കാർ മാത്രമേ ഉള്ളൂ. ആ വ്യൂ മാത്രമേ ഉള്ളൂ. നമുക്ക് നേരെ കയറിയിട്ട് കാണാം. പിന്നെ അതുമാത്രമല്ല, പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ക്യാഷ് മാത്രമേ എടുക്കൂ. കാർഡോ ഗൂഗിൾ പേ ഓൺലൈൻ ട്രാൻസാക്ഷൻ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ വരുന്നവരെന്തായാലും ക്യാഷ് കയ്യിൽ കരുതിയിട്ട് വരിക. പിന്നെ കാർ പാർക്കിങ്ങിന് ചെറിയൊരു ചാർജ് ഉണ്ട്. അവിടെ പാർക്കിംഗ് ഉണ്ട്, സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇനി പോകേണ്ടത്. ഫുള്ള് ചെക്കിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വിടും. ഒരാണ്. ഇപ്പോൾ നിലവിലിപ്പോൾ കേബിൾ കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. 200 സംതിങ് ആണ് ഇവിടെ കേബിൾ കാറിൻ്റെ ടിക്കറ്റ്. 263 ആണ്. ഇപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തട്ടെ. 263 236 ആയത്. അപ്പോൾ നമ്മൾ ഈ കേബിൾ കാറിന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടെ കോഫി ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ ഉള്ളിൽ. ഇവിടെ ഗൂഗിൾ പേയും കാര്യമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറി, കേബിൾ കാറിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഇവിടെ അത്യാവശ്യം സ്നാക്സും കാര്യമൊക്കെ കിട്ടും. ഐസ്ക്രീംസും അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഞാനിവിടെ ഒരു ബന്നും അതുപോലെ ഒരു കോഫിയും വാങ്ങിന്. 50 രൂപ ചാർജ് വരുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ആൾക്കാരിൽ കയറി. ഇതാണ് കേട്ടോ കേബിൾ കാർ. 4 എണ്ണം ഉള്ളതെന്ന് തോന്നുന്നു. ഇവരെല്ലാം ക്യൂ നിന്നിട്ടാണല്ലോ കയറാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ കേബിൾ കാർ കയറി കേട്ടോ. നമ്മളും ഒരു ഫാമിലി അപ്പുറം സൈഡ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ പാർട്ട്നേഴ്സ് ആയിട്ട് ഫാമിലീസാണ് ഉള്ളത്. തിരുവല്ല ഉള്ള. ഹായ്.
കൊല്ലം ജില്ലയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബേർഡിൻ്റെ സ്കൂപ്ചർ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കേരളത്തിൽ കാണേണ്ട സ്ഥലത്തിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്.
ഇപ്പുറം രാമക്ഷേത്രം ഉണ്ട്, നേരെ ഓപ്പോസിറ്റ് ജടായു ബേർഡ് സ്കൂപ്ചർ ഉണ്ട്. രാമപാദത്തിൻ്റെ ഇതാട്ടാ കറക്റ്റ് വര വരച്ചിട്ടുണ്ട്, അതാണ്. ഏകദേശം 500 രൂപയുടെ ഉള്ളിൽ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ഉള്ളൂ ഇവിടെ കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി സ്ഥലങ്ങൾ കാണാനൊന്നുമില്ല, നേരെ നാട് പിടിക്കലാന്ന്. പറ്റിയെങ്കിലും ഒരു സ്ഥലത്തും കൂടി പോയിട്ട് നാട് പിടിക്കണം. ഇവിടെ വന്നാൽ കുഴപ്പമൊന്നുമില്ല, 500 രൂപയ്ക്ക് ഓക്കെയാണ്. കേബിൾ കാറും പിന്നെ ഇവിടെ എല്ലാം വന്ന് സന്ദർശിച്ചിട്ട് പോകാൻ പറ്റും. നമ്മളിവിടുന്ന് ഇറങ്ങല കേട്ടോ എല്ലാവരും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ചാനലെല്ലാം സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.